നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ കഥകൾ ഭാഗം 3. पूतनावध. गोकुल में पुत्र जन्म के बाद जब यशोदा की चेतना लौटी तो एक सुदर्शन शिशु को अपने बगल में पाकर वह भूली नहीं समाई. ഗോകുലത്തില് ഉണ്ണി ഉണ്ടായതിനു ശേഷം യശോദയ്ക്ക് ബോധം തിരികെ കിട്ടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു യശോദാദേവി പ്രസവ ശേഷം ആ സമയം ഉറങ്ങിക്കിടക്കുന്ന സമയമായിരുന്നില്ലേ രാത്രിയിൽ. അപ്പോൾ ക്ഷീണിച്ചുറങ്ങുന്നതായിരിക്കും. അപ്പോൾ ക്ഷീണിച്ചുറങ്ങി ആ ക്ഷീണമൊക്കെ മാറി ഒന്ന് ഉണർന്നു. അപ്പോൾ അടുത്ത് ആരാ കിടക്കണേ? സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണ കിടക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത് കണ്ടിട്ട് സന്തോഷം അടക്കാൻ പറ്റിയില്ല. ग्रामप्रमुख नंद के घर पुत्र जन्म की खुशी पूरे गोकुल में मनाई जाने लगी. ग्रामप्रमुखൻ ആണ് നന്ദഗോപരുടെ വീട്ടിൽ ഉണ്ണിയുണ്ടായിന്ന് അറിഞ്ഞപ്പോൾ ഗോകുലത്തിലെല്ലാവർക്കും വളരെ സന്തോഷമായി. അവർ ആഘോഷിച്ചു. ഉണ്ണിയുടെ ജന്മം ആഘോഷിക്കാൻ തുടങ്ങി. സഭി അതിപ്രസന്നത്തെ എല്ലാവരും എന്തായിരുന്നു? വളരെ സന്തോഷവരായിരുന്നു. സഭി ഗോപിയ നന്ദ കെ ലാൽ കോ ദേഖ്നെ ലിയെ ആതുർത്തി. എല്ലാവരും നന്ദഗോപരുടെ കുഞ്ഞിനെ കാണാനായിട്ട് ആതുരനായി. എന്നുവെച്ചാൽ എന്താ, ആകാംക്ഷയോടെ നിൽക്കുകയാണ്. यशोदा के पास आकर उन्होंने लाल लाल होठों वाले कमल नयन शिशु को जो देखा तो बस देखती ही रह गई. യശോദയുടെ അടുത്ത് വന്നിട്ട് ഉണ്ണിക്കണ്ണനെ, കമലനയനായ ഉണ്ണിക്കണ്ണനെ, ചുവന്ന ചുണ്ടുകളും അല്ലേ, താമര ഇതളുകൾ പോലെയുള്ള കണ്ണുകളും ഒക്കെയുള്ള ഉണ്ണിക്കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സബ്കെ സബ് ശിശു കോ ബസ് ഏക് ബാർ अपने गोद में लेने के लिए आतुरती. എല്ലാവരും ആ കുട്ടിയെ ഒരു പ്രാവശ്യം മടിയിൽ കിടത്താൻ എല്ലാവരും ആഗ്രഹിച്ചു, അത്രത്തോളം ആഗ്രഹിച്ചു. ब्रजवासियों ने अपने पशुओं और घरों को खूब सजाया तथा नृत्य संगीत आदि के कार्यक्रमों का आयोजन किया. ഗോകുലവാസികള് അവരുടെ വീട്ടിലെ പശുക്കളെയും മൃഗങ്ങളെയും അപ്പോൾ മറ്റ് എല്ലാ വീടുകളൊക്കെ വളരെ അധികം അലങ്കരിച്ച് നൃത്യസംഗീതങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടു. നന്ദിനെ ബ്രാഹ്മണൊക്കെ ബ്രാഹ്മണന്മാർക്ക് ദാനം നൽകി. ഭോജിക്ക പ്രബന്ധിക്കുക, ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. കംസനെ ദേവകി और वसुदेव को मुक्त कर तो दिया था पर मन ही मन व्यग्र था. കംസൻ ദേവകിയെയും വസുദേവരെയും മോചിതരാക്കിയെങ്കിലും മനസ്സിൽ വ്യഗ്രതയാണ്, മനസ്സിൽ ഭയങ്കര ടെൻഷനും ഒക്കെയാണ്, പേടിയും ഒക്കെ ഉണ്ട്. ഉസ്നെ അപ്നെ മന്ത്രിയോ കി സഭ ബുലായി. മന്ത്രികളെയൊക്കെ ഒരു സഭ വിളിച്ചുകൂട്ടി. രാത്രിക്ക് ഘടന കാ വർണ്ണൻ കിയ. രാത്രിയിലെ സംഭവങ്ങളൊക്കെ അവർ വർണ്ണിച്ചു. മന്ത്രിമാരോട് വർണ്ണിച്ചു കംസൻ. അല്ലേ, ദുർഗാദേവിയെ എന്ത് ചെയ്യാൻ പോയപ്പോൾ ദുർഗാദേവി പ്രത്യക്ഷയായിട്ട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഭയന്ന് വിറച്ച കാര്യങ്ങളും ഒക്കെ വർണ്ണിച്ചു. മന്ത്രിയോനെ കഹ മഹാരാജ് ആപ്പ് ചിന്തിത നഹോ. മന്ത്രി പറഞ്ഞു, മഹാരാജാവേ താങ്കൾ ടെൻഷൻ അടിക്കണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. मथुरा के आसपास के शहर और गांव में जितने भी नवजात शिशु हैं हम उन सभी को ढूंढ कर मार डालेंगे. മധുരയ്ക്ക് അടുത്തായിട്ട് ഉള്ള എല്ലാ ഗ്രാമത്തിലും പട്ടണത്തിലും ഒക്കെ എത്ര ശിശുക്കളുണ്ടോ, നവജാത ശിശുക്കളുണ്ടോ, അവരെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് ഒന്ന് കളയും. പൂതന അതിനു വേണ്ടിയിട്ട്
ഉത്തമമാണ് പൂതനയെ ഏൽപ്പിക്കാം ഈ കാര്യം അല്ലേ. പൂതന ബഡി ഹി വിശാല और ഭയാനക രാക്ഷസി थी. പൂതന വളരെ വലിയ ശരീരവും പേടിപ്പിക്കുന്ന ശരീരമൊക്കെയുള്ള രാക്ഷസിയായിരുന്നു. ബഹ് ആകാശമാർഗ് സെ ഉഡ് സക്തി थी. ആകാശത്തിലൂടെ പറക്കാനൊക്കെ കഴിയുവേ പൂതനയ്ക്ക്. തഥാ ഇച്ഛാരൂപധാരണി ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ പറ്റും. കംസനെ उसे बुलाकर नवजात शिशुओं का वध करने का आदेश दिया. കംസൻ അവളെ വിളിച്ചിട്ട് ഇപ്പം ഉണ്ടായ പാടെയില്ല കുട്ടികളൊക്കെ കൊല്ലാനുള്ള निर्देश നൽകി. उसने एक सुंदर स्त्री का वेश धारण किया और आकाश मार्ग से उड़कर गोकुल पहुंच गई. അവള് ഒരു സുന്ദരിയായ സ്ത്രീയായി വേഷം മാറി. എന്നിട്ട് ആകാശമാർഗത്തിലൂടെ പറന്ന് എവിടെ എത്തി? गोकुलത്തിലെത്തി. वहां उसने गोपियों को नंद के घर जाते देखा. അവിടെ ഗോപികളൊക്കെ എന്ത് ചെയ്യുന്ന കണ്ടു? നന്ദഗോപരുടെ വീട്ടിലേക്ക് പോകുന്ന കണ്ടു. വഹ് ഭി ഗോപി കെ വേഷമേ യശോദ കെ പാസ് പഹുഞ്ച് ഗൈ. ഒരു ഗോപികയുടെ വേഷം അണിഞ്ഞിട്ട് അവളും വീട്ടിൽ കടന്നുകൂടി. वहाँ उसने एक सुंदर शिशु को पालने में सोया देखा. അവിടെ ഒരു ഉണ്ണി ഉണ്ടല്ലോ, തൊട്ടില് സുന്ദരനായ അല്ലെ കോമള സ്വരൂപനായ ഉണ്ണിക്കണ്ണൻ അവിടെ കിടക്കുന്നത് കണ്ടു. उसने शिशु पर प्यार भरी दृष्टि डालकर यशोदा से अनुरोध किया. അവൾ എന്താ ചെയ്തേ? സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് ഉണ്ണിയെ നോക്കിക്കൊണ്ട് യശോദയുടെ അപേക്ഷിക്കുകയാണ്. മുझे एक महात्मा से സിദ്ധ പ്രാപ്ത് ഹേ. എനിക്ക് ഒരു മഹാത്മാവിൽ നിന്ന് സിദ്ധി ലഭിച്ചിട്ടുണ്ട്. എന്ത് സിദ്ധിയാ ലഭിച്ചത്? मैं शिशु को गोद में लेकर आशीर्वाद देकर अपना अमृत रूपी दूध पिलाना चाहती हूँ. ഞാൻ ശിശുവിനെ എൻ്റെ മടിയിൽ കിടത്തിയിട്ട് അനുഗ്രഹം നൽകിയിട്ട് തൻ്റെ അമൃതരൂപി ദൂത് അമൃതം തുല്യമായിട്ടുള്ള പാല് അമൃതമായിട്ടുള്ള പാല് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമൃത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെന്ന് എന്താ ആലോചിച്ച് നോക്കൂലേ. യശോദാനെ സ്വച്ഛ യശോദ ചിന്തിച്ചു. മേരെ പുത്രക്കോമ അമൃതരൂപി ദൂത് മിലേ ഇസ്സെ അച്ഛാ ഔർ ക്യാ ഹോ സക്താ ഹേ. എൻ്റെ പുത്രന് അമൃതരൂപി പാല് കിട്ടുകയാണെങ്കിൽ ഇതിലും അധികം നല്ലതായിട്ട് എന്താ ഉള്ളത് അല്ലേ? എന്താ ചെയ്തു കൊടുക്കാനുള്ളത്? പൂതനെ ശിശുക്കോ ഗോതുമേ ലിയ. പൂതന ശിശുവിനെ എടുത്തുട്ടോ, മടിയിലിരുത്തി. ഉസ്നെ അപ്നെ സ്ഥാൻ പർ വിഷ കാ ലേപ ലഗാ രഖാ താ. തൻ്റെ സ്ഥാനത്തില് എന്ത് ചേർത്തിട്ടുണ്ടായിരുന്നു? വിഷം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവള് പാല് കൊടുക്കുന്നിടത്ത് പാല് കുടിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു? വിഷം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആര്? പൂതന. ഉസ്നെ ദൂത് പിലാന പ്രാരംഭിക്കുക. പാല് കൊടുക്കാൻ തുടങ്ങി. ശിശുരൂപി പ്രഭുനെ ദൂത് के साथ साथ उसके प्राण भी खींचने शुरू कर दिया. കൃഷ്ണൻ എന്താ ചെയ്തേ? ശിശുവായ കൃഷ്ണൻ പാലിൻ്റെയോടൊപ്പം തന്നെ അവളുടെ പ്രാണനും കൂടി വലിച്ചെടുക്കാൻ തുടങ്ങി. പഹലേത്തോ പൂതന ചീക്കി. ആദ്യം പൂതന ഒന്ന് വിളിച്ചു, ഒന്ന് അലറി. അരേ ബസ് ബസ് ചോടോ മുझे जाने दो. അല്ല വിടൂ, അല്ല ഇനി വിടൂ എന്നെ പോകാൻ അനുവദിക്കൂ. फिर उसका पूरा शरीर पसीने से तरबतर हो गया. പിന്നീട് എന്തുണ്ടായ? അവളുടെ ശരീരം മുഴുവൻ വേർത്ത് നനഞ്ഞു അല്ലേ. മനു ഉസ്കെ പ്രാൺ ഹി നിക്കൽ രഹേ ഹോ. അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ? ഈ പ്രാണനും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാണൻ പോവാണ്, അത്രയ്ക്ക് നനഞ്ഞു വേർത്ത്. സഹനശക്തിനെ സാത്ത് ചോട് ദിയ. സഹിക്കാനുള്ള ശക്തിയൊക്കെ വിട്ടു, അത്രയ്ക്ക് പരിധിയിലപ്പുറമായി അല്ലേ. और वह रोती हुई अपने असली रूप में आकर
ബാഹർ की ओर भागने लगी. അവൾ കരഞ്ഞുകൊണ്ട് ശരിയായ രൂപത്തിലേക്ക് മാറിക്കൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. थोड़ी दूर जाते जाते ही निष्प्राण होकर वह कटे हुए वृक्ष की भांति धरती पर गिर पड़ी. കുറച്ചു പോയപ്പോഴേക്കും നിഷ്പ്രാണ ഹോക്കർ ചേതനയേറ്റ ശരീരമായിട്ട്, അതായത് ശരീരത്തിൽ എന്തില്ല, ജീവനില്ലാത്ത ശരീരമായിട്ട് കടപുഴകി വീണ വൃക്ഷത്തെ പോലെ അവിടെ വീണു, ഭൂമിയിൽ വീണു. उसके विशाल शरीर ने असंख्य पेड़ों को अपने नीचे कुचल डाला. അവൾ പോകുന്നതിൻ്റെ ഇടയിൽ, വീഴുന്നതിൻ്റെ ഇടയിൽ വീണപ്പോൾ തന്നെ ഒരുപാട് മരങ്ങളും അവിടെ നിഷ്പ്രഭമായ മരങ്ങളും ചേതനയേറ്റു വീണു. മരങ്ങളും ഒക്കെ തകർന്നു. रोहिणी और यशोदा अन्य गोपियों के साथ रोती हुई उसके पीछे भागी आ रही थी. രോഹിണിയും യശോദയും മറ്റു ഗോപികളോടൊപ്പം കരഞ്ഞുകൊണ്ട് അവരുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓടി വരണ്ട്. थोड़ी दूर जाने पर उन्होंने देखा कि पूतना के निर्जीव शरीर पर निर्भीक बालक खेल रहा है. കുറച്ച് ഓടിയപ്പോൾ അവർ കണ്ടു, എന്താ, പൂതനയുടെ ചേതനയേറ്റ ശരീരത്തിൽ നിർഭീകനായിട്ട് ഒരു ഭയമില്ലാതെ ഉണ്ണിക്കണ്ണൻ അവിടെ കളിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് പൂതന വേഷം മാറി സുന്ദരിയായിട്ട് പോയതാണിത്. ആണെന്നില്ല, സുന്ദരിയായ പൂതന. കണ്ടില്ലേ കൃഷ്ണൻ പൂതനയുടെ മുകളിൽ കിടന്നിട്ട് കളിക്കുന്നത്. जिस समय प्रभु ने पूतना का दूध पिया था उसी समय उसे पापों से मुक्ति मिल गई थी. എപ്പോഴാണോ പ്രഭു പൂതനയുടെ പാല് കുടിച്ചത്, ആ സമയം എന്താ, അവള് പാപത്തിൽ നിന്നും മുക്തയായി. അവളുടെ പാപമൊക്കെ ഇല്ലാതെയായി കഴിഞ്ഞു. ഗാവ് വാലേനെ उसके विशाल शरीर के टुकड़े कर उसकी അന്ത്യോഷ്ടിക്ക് ഗ്രാമവാസികൾ എന്താ ചെയ്ത് അവളുടെ ആ വിശാല ശരീരം ടുക്കടയാക്കി, കഷ്ണാക്കി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. സ്വയം പ്രഭുക്കെ സ്പർശിക്കെ കാരൻ, പ്രഭുവിൻ്റെ ഭഗവാന്റെ ഒരു സ്പർശം കൊണ്ട് മാത്രം എന്ത് കിട്ടി അവൾക്ക്? അന്ത്യോഷ്ടിക്ക് സമയ ചിതാസെ ഉടനെ വാല ധുവ, അന്ത്യകർമ്മ സമയത്ത് ചിതയിൽ നിന്നും ഉയർന്നു വന്ന പുക ചന്ദനത്തിൻ്റെ പോലെ തോന്നിച്ചു എന്നാണ് പറയണത്. ചന്ദനം പോലെ, ചന്ദനത്തിൻ്റെ മണം, ചന്ദനത്തിന് മണം എങ്ങനെ ഉണ്ടാവോ അത്തരം മണമാണ് തോന്നിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ സുഗന്ധം പരത്തി. പൂതന ശിശു वध की इच्छा से आई थी, फिर कृष्ण की थाई संज्ञा मिली. പൂതന ശിശുവിനെ കൊല്ലാനാണ് വന്നത് എങ്കിലും പിന്നീട് കൃഷ്ണൻ്റെ പാലൂട്ടിയ അമ്മ എന്നുള്ളൊരു പേരിൽ, സ്ത്രീ എന്ന പേരിലൊക്കെ അവൾക്ക്, ചെറിയമ്മ എന്നോ എന്താ പറയുക, അങ്ങനെയുള്ള പേരിലൊക്കെ അവൾ അറിയപ്പെട്ടു കേട്ടോ. ദൂത് പിലാനെ വാലി ദായി എന്നാണ് ധായയുടെ അർത്ഥം. വളർത്തുമ്മ ഒക്കെ പറയില്ലേ, നമ്മൾ വളർത്തിയവരെ അങ്ങനെയൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള അങ്ങനെയുള്ള പേരിലൊക്കെ വിളിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി വരാം. നമസ്കാരം, ധന്യവാദ്.